നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗോദി മീഡിയകൾക്ക് ദിവസേനയാണോ കൂലി, അതോ മാസം നല്ലൊരു തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുമോ? എങ്ങനെയാണ് BJPയുമായുള്ള കരാർ? ഇതിനെപ്പറ്റി വ്യാപകമായ അന്വേഷണം വേണമെന്ന് ശക്തമായി പാർലമെൻറ്റിലടക്കം പുറത്ത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പോൾ ദക്ഷിണ മേഖലയിലുള്ള സൗത്ത് സോണിലുള്ള മുഖ്യമന്ത്രിമാരുടെ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ മീറ്റിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിച്ചതേ ഉള്ളൂ. അവരുടെ ആശങ്കകളും പരാതികളുമൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു മീറ്റിംഗ്. അതിനകത്ത് ചന്ദ്രബാബു നായിഡു ഉണ്ട്, അതുപോലെ രേവന്ത് റെഡ്ഡിയുണ്ട്, DK ശിവകുമാറുണ്ട്, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുണ്ട്, കേരള മുഖ്യമന്ത്രി VD സതീശനുണ്ട്, N രാമസ്വാമിയുണ്ട്, പുതുച്ചേരി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഇത്തരത്തിൽ വിവിധ മുഖ്യമന്ത്രിമാരുടെ യോഗം, അത് ദക്ഷിണ മേഖലയുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട ലോക്സഭാ സീറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ലോക്സഭാ സീറ്റുകളുടെ ഡീലിമിറ്റേഷൻ നടപടികൾ നടത്തുമ്പോൾ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളെ ജനസംഖ്യ അനുസരിച്ചല്ല, ആനുപാതികം അനുസരിച്ച്, അതായത് മുൻപ് എങ്ങനെയാണോ ലോക്സഭാ സീറ്റുകൾ വീതം വെച്ചിരുന്നത് അതേ ആനുപാതത്തിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ സീറ്റ് വർധന വരുമ്പോൾ അത് ദക്ഷിണേന്ത്യയിലും പ്രതിഫലിക്കണം. ഇതാണ് ആവശ്യം. ഇത് നടത്തിക്കൊടുക്കാം എന്ന് ഒരു വാഗ്ദാനവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറഞ്ഞിട്ടില്ല. നോക്കാം, പരിഗണിക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം അതെല്ലാം പരിഗണിച്ചു എന്നോ അല്ലെങ്കിൽ ഈ ചർച്ച മഹാവിജയമായിരുന്നെന്നോ അല്ല. അത്തരത്തിൽ ഗോദി മീഡിയകൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തും ഇത് എല്ലാം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് BJP അവരുടെ സൈബർ പേജുകളിൽ, അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ വ്യാജ വാർത്ത ഇങ്ങനെ പരത്തിവിടുന്നത്. BJPയുടെ വിവിധ മേഖലകളിൽ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മേഖലകളിലുള്ള കമ്മിറ്റികൾക്കൊക്കെ ഓരോ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ കാണുമല്ലോ, അതിലൊക്കെ ഇത്തരത്തിൽ വ്യാജ വാർത്ത. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സ്റ്റാലിൻ ഡീലിമിറ്റേഷൻ നടപടിയെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ദക്ഷിണേന്ത്യക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് എത്ര സീറ്റെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം തുടങ്ങി നട്ടാൽ കുരുക്കാത്ത രീതിയിലുള്ള പച്ചക്കള്ളങ്ങൾ വിളമ്പി ഗോദി മീഡിയകൾ BJPയുടെ പ്രീതിക്ക് പാത്രമാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു വേണമെങ്കിലും കാണിച്ചു കൊള്ളൂ, ഞങ്ങൾ ഇരു കൈയും നീട്ടി അത് സ്വീകരിക്കാം. ഞങ്ങൾ ദക്ഷിണേന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ തീർത്തും അവഗണിച്ചാലും ഞങ്ങൾക്കൊരു വിരോധവുമില്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് തെറ്റായ വാർത്തകൾ ചമച്ചു വിടുന്നത്. ജോസഫ് വിജയ് ഒരു കാരണവശാലും ഡീലിമിറ്റേഷൻ നടപടി അംഗീകരിക്കുന്നൊരു വ്യക്തിയല്ല. അദ്ദേഹം NDAയുടെ കൂടെ വേണമെങ്കിൽ ചേരാം, രാജ്യസഭയിലൊക്കെ നിങ്ങൾക്ക് പിന്തുണ ഇനി വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ നൽകാമെന്ന് പറഞ്ഞത്രേ. എന്ത് തെറ്റായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. DMK പറഞ്ഞു കാണുമായിരിക്കും, ജോസഫ് വിജയ് പറയില്ല.